നിങ്ങൾ ആ കുളിമുറി വരെ തുറന്നു വേണം തപ്പാൻ. പറയാൻ പറ്റത്തില്ല അവളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. സർ, പത്മയെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെ? പത്മയോ? എനിക്കറിയില്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ആഹാ, കാണിച്ചു തരാം. എന്താ സാർ, എന്താ പ്രശ്നം? ഓ, സാറപ്പ എത്തിയല്ലേ? ഇപ്പൊ ആ പഴയ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? പോലീസ് അകത്ത് കയറി എന്തൊക്കെയോ അതിക്രമം കാണിക്കുക. എന്റെ വീട്ടിൽ നിങ്ങൾ ഈ കയറി അതിക്രമം കാണിച്ചത് എന്തിനാണെന്നാ ചോദിച്ചത്. അപ്പം കാണിക്കുന്നത് അതിക്രമമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ ഇവിടെ എന്താ നടക്കുന്നൊരു ചോദ്യം? നിങ്ങൾ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ കയറിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അയ്യോ, ആണോ? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. അഡ്വക്കേറ്റ് അല്ല, അഡ്വക്കേറ്റ് ജനറലിന്റെ വീടായാലും പരാതി ലഭിച്ചാൽ പോലീസിന് പരിശോധിക്കണം. പരിശോധിച്ചേ പറ്റൂ. എന്താ പരാതി? അല്ല, ആരായി പരാതിക്കാരൻ? ഇതിനു മുമ്പും നിങ്ങൾ ഇതുപോലെ പല പരാതികളുടെ പേരിലും ഇവിടെ കയറി ഇറങ്ങി അതിക്രമം കാണിച്ചിട്ടുള്ളതല്ലേ? അന്നൊക്കെ നിങ്ങൾ വന്ന പോലെ നാണം കെട്ട് മടങ്ങിയത് മറന്നിട്ടാണോ ഇന്നിവിടെ വീണ്ടും ഈ പ്രഹസനം നടത്തുന്നത്? പ്രഹസനോ? അതെ, നിങ്ങൾ പണ്ട് കുറെ നാള് വക്കീലാണെന്ന് പറഞ്ഞ് നടന്നതല്ലേ? അപ്പോ പിന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കില്ലല്ലോ. BNS സെക്ഷൻ 132 പഴയ IPC 353 കേരള പോലീസ് ആക്ട് 117E ഓഫൻസ് പഴയത് തന്നെ. പോലീസ് ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ജാമ്യമില്ലാത്ത വകുപ്പാ. എന്താ പൊക്കിയെടുത്ത് കൊണ്ടുപോട്ടെ നിങ്ങളെ? അത്രയ്ക്കങ്ങ് കടുപ്പിക്കണോ തരകൻ സാറേ? അല്ല, സാറ് BNSലെ എല്ലാ വകുപ്പുകളും കൂടെ ചേർത്തെഴുതി ചാർജ് ചെയ്തിട്ടേ ഇവിടുന്ന് പോത്തുള്ളൂ എങ്കില് എനിക്കും കമ്മീഷണർ ഓഫീസിൽ ഒരു ഇൻഡാസ് കൊടുക്കാനുണ്ടായിരുന്നു. BNS സെക്ഷൻ 351 പ്രകാരം ഞാനൊരു പരാതി എഴുതി കമ്മീഷണർക്ക് നൽകിയ ഇതേ പോലീസ് ഏമാന്റെ ക്രിമിനൽ ട്രസ്പാസും ക്രിമിനൽ ഇന്റിമിഡേഷനും ഒക്കെ നിലനിൽക്കും. എന്താ തരകൻ സാറിന്റെ അഭിപ്രായം? എന്റെ പരാതി എന്ന് പറയുന്നതേ സാർ ഈ പറയുന്നത് പോലെ ഉണ്ടയില്ല വെടി ആയിരിക്കില്ല. വിത്ത് ഡിജിറ്റൽ എവിഡൻസ്. എന്താ സംശയം ഉണ്ടെങ്കിലേ ദേ അങ്ങോട്ട് നോക്ക്. അകത്ത് വേറെയും വച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് പത്മയെ തപ്പിയുള്ള സാറിന്റെ വരവ് പതിവായ സാഹചര്യത്തില് എല്ലാം ഒന്ന് റെക്കോർഡിക്കലാക്കാമെന്ന് ഞാനും കരുതിയതാ. എന്തോറ്റി സാർ, കൂടുതൽ നന്നായി പോയൊന്നുമില്ലല്ലോ? അതെ, നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. പരാതി നൽകിയതേ ഒരു സ്ത്രീയാ. ഇടുക്കി രാജകുമാരി സ്വദേശി. അവരുടെ സഹോദരന്റെ മകൾ പത്മകുമാരിയെ നീയൊക്കെ കൂടി അന്യായമായി തടഞ്ഞു വച്ചിരിക്കുന്നു എന്നാണ് പരാതി. പരാതിക്കാരുടെ പേരറിയാമോ? കുഞ്ഞിയെന്ന. കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ആളെ. ആ തള്ള ഇങ്ങോട്ട് ഇറക്കൊണ്ട് വേണോ? സർ,
ഇവളൊരുത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ പൊപ്പി കൊച്ചിപ്പോഴും ജീവനോടിരുന്നില്ല. ഇവളൊരു കാലത്തും ഗതി പഠിക്കത്തില്ല, ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. അയ്യോ അമ്മേ, ഞങ്ങളെ വിശ്വസിക്കണം. പത്മിയെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാ നോക്കിയത്. അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനാ എന്റെ മോൾ അഞ്ജലി ശ്രമിച്ചത്. അല്ലാതെ അമ്മ കരുതുന്ന പോലെ ഞങ്ങൾ ആ കൊച്ചിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ ഹനുമാൻ സ്വാമിയാണേ ഞാൻ ഈ പറയുന്ന സത്യ. അതെ അമ്മ, അമ്മ ഞങ്ങളെ ഒന്ന് വിശ്വസിക്കണം. പത്മ ഇവിടെ ഇല്ല, എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എനിക്കൊന്നും അറിയത്തില്ല. എന്റെ കൊച്ചു ചത്തിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഇവരെന്നെ കൊണ്ട് ഏതാണ്ടൊക്കെ പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് എന്റെ മോളെ കാണണം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ആരും കാണാനില്ല. സർ, അവിടെ ഒന്നും ആരുമില്ല. സർ എല്ലാ മുറിയും കയറി ഇറങ്ങി പരിശോധിച്ചു. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആയിരുന്നു സർ. റോങ്ങും റൈറ്റും ഒക്കെ ഞാൻ തീരുമാനിച്ചോളാം. താമന്ന് വണ്ടി കയറി. തള്ളേ, നിങ്ങൾ തന്ന പരാതിയുടെ അടിസ്ഥാനത്തില് തപ്പാവുന്നിടത്തൊക്കെ ഞങ്ങൾ തപ്പി. തൽക്കാലം ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആ പിന്നെ നിങ്ങളെ കൊച്ചുമോളെ കുറിച്ച് വല്ല കൂടുതൽ വിവരം വല്ല കിട്ടിയാ ഞങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെട്ടോളാം. ഒരു പരാതി തന്നു കരുതി അടിക്കടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നിരങ്ങണ്ട, മനസ്സിലായ? വാടോ വീട്ട്. സർ അവര് അയ്യോ സാറ്, അത് നിന്റെ തള്ളയെന്നല്ലോ. അവരുടെ കാര്യം അവർക്കറിയാൻ നോക്കാൻ. നീ കയറ് സർ. വണ്ടി കൊടുക്കും. സാറ് കണ്ടില്ലേ അമ്മ, അവർക്ക് ഇത്രയേ വേണ്ടു. പത്മയെ ആരാണോ കൊല്ലാൻ നോക്കിയത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാരനാ ഈ വന്നിട്ട് പോയത്. അവർക്ക് ആവശ്യം പത്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്നെ കൊടുക്കുക എന്നത് മാത്രമാണ്. അതിനു വേണ്ടിയാ അമ്മയെ അവര് തേടി പിടിച്ച് പരാതി ഒപ്പിടിച്ച് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പതാ ഒന്നും നടക്കില്ല എന്നായപ്പോഴാ അവരിതാ നിങ്ങളെ നടതള്ളിയിട്ട് പോയത്. ഇനി അവർക്ക് നിങ്ങളെ വേണ്ട. എന്റെ മോള് അവൾ എവിടെയാണെന്ന് എനിക്കറിയണം. എവിടെ എന്റെ പത്മ? അവളെ എനിക്ക് കാണാൻ പറ്റുമോ? അവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അത് ചത്തോ? പറ 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 പറ, എവിടെ എന്റെ മോള്? പറ. ഞാൻ ശരിക്കും അർജുനെ കാത്തു നിൽക്കുമായിരുന്നു. എന്തിന്? ഏട്ടനുമായിട്ടുള്ള ദാമ്പത്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇനിയും വേറെ ഏതെങ്കിലും അമ്പലത്തില് എന്നെ കൊണ്ടുപോകാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എടുത്തേക്ക്? എങ്കിൽ ഞാൻ റെഡി ആയിട്ട് വരാം. ഒരു കല്യാണ ചക്കന്റെ മേക്ക് ഓവറിൽ വരട്ടെ ഞാൻ. കമോൺ അർജുൻ, അത് ഇതുവരെ വിട്ടില്ലേ? സോറി, അത് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലോ. അന്ന് എനിക്ക് അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ശരി, എഴുതിക്ക് ഇപ്പൊ എന്താ വേണ്ട? എനിക്കൊരു സംശയം. കാവ്യയുള്ള വിവാഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാ അന്ന് ആ അമ്പലത്തിൽ നിന്ന് ഓടിപ്പോയതെന്ന് അർജുൻ എന്നോട് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. പക്ഷേ
വെറും കള്ളമായിരുന്നു അത്. എന്നെയും ഈ ശംഖചക്രത്തിലെ ഓരോരുത്തരെയും വിശ്വസിപ്പിക്കാനുള്ള പെരുങ്കള്ളം. എന്നെ ഏടത്തിയോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇനി അഥവാ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞത് നേരാണെന്ന് അർജുന്റെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മുഖമാണ് മനസ്സിന്റെ കണ്ണാടി. മണ്ണാൻ കട്ടയാണ്. എന്റെ എടുത്തി ഇതൊക്കെ എന്റെ സ്വന്തം കാര്യങ്ങളാ, സ്ട്രിക്ട്ലി പേഴ്സണൽ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എടുത്തി വെറുതെ ആളെ വിട്. മനം പോലെ മംഗല്യം. ആ ചോദ്യത്തില് ഹീറോ കുടുങ്ങിയ മട്ടാണല്ലോ. അപ്പൊ എന്റെ ഊഹം കറക്റ്റാ. അനുപമ, യു ആർ ഗ്രേറ്റ്. യെസ്, ഇത് തന്നെയാ പറ്റിയ അവസരം. ഇനിയും ഇവനെ വിട്ടുപിടിച്ചാൽ ശരിയാവില്ല. സൗപർണിക ഓഡിറ്റോറിയത്തിൽ നടന്ന 10 പേരുടെ സമൂഹ വിവാഹത്തില് ഒരു ജോഡി അർജുനും അഞ്ജലിയും ആയിരുന്നു അല്ലേ? വന്നോ? എന്താ അർജുൻ, ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? അതോ അടുത്തെന്ത് കള്ളം പറയണമെന്ന് ആലോചിക്കുവാണോ ഇപ്പൊ? ഇനി കള്ളം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അർജുൻ. തെളിവുകൾ സഹിതം കണ്ട് ബോധ്യപ്പെട്ടിട്ടാ ഞാൻ ഈ ചോദിക്കുന്നത്. ഞാനെന്തിന് കള്ളം പറയണം? ഇതൊക്കെ നിങ്ങൾ കൈ നിട്ട് പറയുന്ന ഓരോരോ സങ്കല്പങ്ങളെ. ഇതിനൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടില്ല. അർജുന് തോന്നുന്നുണ്ടോ യാതൊരു തെളിവും ഇല്ലാതെ ഇത്രയും സെൻസിറ്റീവായൊരു കാര്യം ഞാൻ അർജുന്റെ മുന്നിൽ വന്ന് നിന്നിങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ അർജുന്? എന്ത് തെളിവ്? ഏടത്തിയുടെ തെളിവും തെളിവില്ലായ്മയൊക്കെ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളത് തന്നെയാ. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉണ്ടയില്ല വെടി ഭയക്കാനും അതിന് മറുപടി പറയാനും ഈ അർജുനെ കിട്ടില്ല. പിന്നെ ഏടത്തിക്ക് വരട്ടാനും വരുതിയിൽ കൊണ്ടുവരാനും വേറെ ആൾക്കാരുണ്ടല്ലോ ഈ വീട്ടില്. പോയി അവരോട് ഇത്രയും നമ്പർ ഇറക്കിയാൽ മതി. എന്നെ വിട്ടേക്കാൻ പറഞ്ഞില്ലേ? ഓരോരോ ഉടായ്പായിട്ട് കയറി വന്നോളൂ. നീ ഇതെവിടെയായിരുന്നു അർജുൻ? യെസ്, അപ്പോ സംഗതി ശരിയാ. നായകന്റെ വാലില് തീ പിടിച്ചു കഴിഞ്ഞു. പക്ഷെ തൽക്കാലം ഈ തീയിൽ എണ്ണ ഒഴിക്കാതിരിക്കുന്നതാ ബുദ്ധി. അടുത്ത് എന്ത് ചെയ്യണമെന്ന് സാവധാനം വേണം ചിന്തിച്ചുറപ്പിക്കാൻ. അയ്യോ, ആ മാഗസിൻ ഇന്ദു ആന്റിയുടെ കയ്യിൽ കിട്ടി ആകെ കുഴപ്പമാവുമല്ലോ. എന്റെ പദ്ധതി ആകെ ഇവര് കുളമാക്കി കയ്യിൽ തരും. ആന്റി ഒരു മിനിറ്റ്. ഇതെന്തിനാ നിനക്ക്? സോറി ആന്റി, ഇതിന് ഫെമിന ബൊട്ടീക്കിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ടെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു. ഞാനതൊന്ന് നോക്കട്ടെ, പിന്നെ തരാം. അഞ്ജലി, അഞ്ജലി, അഞ്ജലി ഡി, അഞ്ജലി.
അപ്പൊ ഇതുവരെ എണീറ്റില്ലേ? ഡി പെണ്ണെ, നീ ഒന്ന് എഴുന്നേറ്റ്. എന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് മേശപ്പുറത്തിരുന്നത് നീ അങ്ങനെ എടുത്ത് മാറ്റിയായിരുന്നോ? ഉണ്ടെങ്കിൽ വന്നൊന്ന് എടുത്തു തന്നെ. അത് അവിടെ എങ്ങാനും കാണും. ചേച്ചി ഒന്നോട് തപ്പി നോക്കൂ പ്ലീസ്. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇവളുടെ കേസ് നടപടിയാവുന്ന ലക്ഷണമൊന്നുമില്ല. എന്തൊരു മഴയാ. ആര്യമോളെ, കഴിക്കാൻ വാ. അവളെന്താ ഇതുവരെ എഴുന്നേറ്റില്ലേ? എവിടെന്നോ എഴുന്നേറ്റില്ലാന്ന് മാത്രമല്ല, അടുത്തിടെയൊന്നും എഴുന്നേക്കുന്ന ഒരു ലക്ഷണവും കാണുന്നുമില്ല. അമ്മായി കുറച്ച് വെള്ളം കൊണ്ടുവന്നേ തലയിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. നോക്കട്ടെ, കാണിച്ചു കൊടുക്കാം. എടി പെണ്ണേ, മണി എത്രയെന്നറിയാമോ? ഡീ എഴുന്നേറ്റേ, എന്തൊരു ഉറക്കം ഇത്? ഞാൻ ഉറങ്ങല്ല അമ്മേ, ലോ പോയിന്റ്സ് ആലോചിക്കാം. കണ്ണടച്ച് ഇങ്ങനെ കിടന്ന് ആലോചിച്ചാലേ നല്ല ഫോക്കസ് ചെയ്യാൻ പറ്റും. അവളുടെ ഒരു ലോ പോയിന്റ്. ദേ എന്റെ സ്വഭാവം മാറ്റിക്കല്. എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിച്ചിട്ട് അടുത്ത പണി എന്താന്ന് വെച്ച് നോക്ക്. എനിക്ക് നൈറ്റ് കച്ചവടത്തിന് പോകാനുള്ളതാന്ന്. പ്ലീസ് അമ്മ, ഒരു 5 മിനിറ്റ് പ്ലീസ്. അവളുടെ ഒരു പ്ലീസും 5 മിനിറ്റും ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ആഹാ, ഞാനേ ഈ ജാറിലെ വെള്ളം എടുത്തിട്ട് നിന്റെ മോന്തയ്ക്ക് ഒഴിക്കും. എണിക്കടി. അമ്മ എന്താ അമ്മ, ഇന്നലെ രാത്രി കിടന്നതേ ലേറ്റ് ആയിട്ടാ. രാവിലെ ഒരു 10 മിനിറ്റ് അധികം ഉറങ്ങി വെച്ച് നമുക്കെന്താ കുഴപ്പം? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. കുഴപ്പം എന്താന്നേ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നീ ആദ്യം എഴുന്നേറ്റ് പല്ലേച്ച് റെഡിയായി വരാൻ നോക്ക്. അല്ല പിന്നെ ഈ അമ്മയുടെ ഒരു കാര്യം. എന്താടി ഇത്? താലിയോ? ഇതെങ്ങനെ നിന്റെ കഴുത്തില്ല? അയ്യോ, ശിവരാമേട്ടാ, ശിവരാമേട്ടാ. അമ്മ അമ്മ പ്ലീസ് അമ്മ, ഒച്ച ഉണ്ടാക്കല്ലേ. ഞാൻ പറയുന്ന സാവകാശത്തെ കേൾക്കണം. ഒരു സാവകാശമില്ല. നീ ധാരണ കൂടെ പോയടി കെട്ട് നടത്തിയത്. അയ്യോ എന്റെ ഈശ്വര, ഈ പെണ്ണിത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്ന നോക്ക്. അയ്യോ എന്റെ ഹനുമാൻ സ്വാമി. അയ്യോ എന്റെ ദേഹം നിറയ്ക്കുന്നല്ലോ. ഞാനിനി എന്ത് ചെയ്യും? അമ്മ അമ്മ കരയല്ലേ അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, ഊരുംപെട്ടവളെ. നിന്നെ ഞാൻ കാണിച്ചടി. എടി നാശിച്ചവളെ. പറയട്ടെ. അച്ഛനോട് ഞാൻ എന്ത് സമാധാനം പറയും? അഞ്ജലി, നടന്ന എന്താന്ന് ഞാൻ പറയാമേ. അമ്മ അടിക്കല്ലേ, ഞാൻ പറയുന്നത് കേൾക്കാമേ.
എന്റെ ഈശ്വര, ഞാൻ നാട്ടുകാരുടെ മുഖത്തിന് എങ്ങനെ നോക്കും? എന്റെ ദൈവമേ, അയ്യോ എന്റെ കൊച്ചിന്റെ ജീവിതം പോയേ. അമ്മായി എന്ത് പറ്റി? എന്താ അമ്മായി, എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? അയ്യോ, എന്ത് പറ്റി അഞ്ജലി? ഈശ്വരാ, എന്തിനാ അമ്മായി ഇങ്ങനെ കിടന്ന് കരയുന്നേ? എന്തിനാ അമ്മായി ഇങ്ങനെ കിടന്ന് കരയുന്നല്ലേ ചോദിച്ചേ? എന്താ ശ്യാമേ, എന്തു പറ്റി? എന്തിനാ രണ്ടുപേരും ഇങ്ങനെ കരയുന്നത്? അയ്യോ എന്റെ പൊന്നു ശിവരാമേട്ട, നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെ എല്ലാം ഒരു പോക്ക് പോയി. ഈ ഒരുപ്പെട്ടവളെ എല്ലാം നശിപ്പിച്ചു. ആ അനുപമയെ പോലെ ഇവള് ആരുടെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുക. ഈ അഞ്ജലി ഇപ്പൊ നമുക്ക് വലിയ തലവേദന ആകുമല്ലോ. ആ തലവേദന മാറണമെങ്കിൽ അവളുടെ തല അങ്ങ് എടുത്തേ പറ്റൂ. നേരിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് തന്നെ ഉടൻ തന്നെ ഞാനത് ചെയ്യണം. അഞ്ജലി, എന്താടി